നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അങ്ങനെ ഒടുവിൽ സ്റ്റാലിയോട് ബാലേന്ദ്രൻ തനിക്ക് അലീനയെ കിട്ടിയ കഥകളൊക്കെ പറയുവാണ്. ഈ സമയത്ത് സ്റ്റാൻലി വല്ലാതിരിക്കുക. എന്ത് മറുപടി പറയാനെന്നറിയില്ല. താൻ ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ല കാര്യങ്ങളെന്ന് സ്റ്റാൻലിക്ക് മനസ്സിലായി. ബാലേന്ദ്രൻ പറയുന്നതൊക്കെ സത്യമായിട്ടുള്ള കാര്യങ്ങളാ. ബാലചന്ദ്രൻ തന്നോട് കള്ളത്തരം പറഞ്ഞൊന്നുമല്ല. ഈ സമയത്ത് ബാലേന്ദ്രൻ പറഞ്ഞു, സ്റ്റാൻലിക്ക് മനസ്സിലൊരു തെറ്റിദ്ധാരണ കാണുമായിരിക്കും. ഞാൻ വെറുതെ എവിടെയോ കിടന്ന ഒരു പെങ്കൊച്ചിനെ നിങ്ങളുടെ തലയെ കെട്ടിവെക്കാൻ ഒരുങ്ങുവാന്ന്. അങ്ങനെ എന്തേലും ഉണ്ടെങ്കിൽ അതങ്ങോട്ട് മനസ്സിൽ നിന്ന് മായച്ചു കളഞ്ഞേരെ. നിങ്ങളുടെ മകള് തന്നെയാണ് അവള്. പിന്നെ ഇത് കൂടുതൽ തെളിവ് തരാനൊന്നും എൻ്റെ കയ്യിലില്ല. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, എൻ്റെ മനസ്സിൻ്റെ വേദന എന്താന്ന് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അന്ന് ഗംഗേണ്ണെ കാണാൻ അവിടെ നീലഗിരിക്ക് പോയ സമയത്ത് ഗംഗേണ്ണൻ്റെ വാക്കുകൾ അതെൻ്റെ മനസ്സിനെ വല്ലാതെ മുറിവേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എൻ്റെ മനസ്സിലെ ചിന്ത എന്താണെന്ന് അറിയാവോ? നിങ്ങളെ കണ്ടെത്തണം എന്നൊക്കെയായിരുന്നു. അപ്പോഴെങ്ങാനും നിങ്ങൾ എൻ്റെ കൺമുന്നിൽ വന്ന് പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ സ്റ്റാൻലി അന്ന് നിങ്ങളെ ഞാൻ വെടിവെച്ച് കൊന്നേനെന്ന് പറഞ്ഞു. ഒരു നിമിഷം സ്റ്റാൻലി ഇങ്ങനെ പകപ്പോടുകൂടി ബാലേന്ദ്രനെ നോക്കുകയാണ്. പെട്ടെന്ന് ബാലേന്ദ്രൻ പറഞ്ഞു, അന്ന് ഞാൻ അവിടുന്ന് വീട്ടിലേക്ക് പോന്നു. വരുന്ന വഴിയിൽ നന്നായിട്ട് മദ്യപിച്ചാണ് ഞാൻ പോകുന്നത്. വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി. ഒരേ ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കൊല്ലണം കൊല്ലണം എന്നുള്ള ചിന്ത. അങ്ങനെ തോക്കൊക്കെ എടുത്തു വെച്ച് ഞാൻ കരുതിയിരുന്നു. ആരെ കൊല്ലാനെന്നറിയാമോ? നിങ്ങളുടെ കാമുകിയായിരുന്ന വൈജയന്തിയെ കൊല്ലാൻ വേണ്ടിയിട്ട്. ഇനി അവളോടൊപ്പം ഒരു ജീവിതം വേണ്ട. ആദ്യം ഞാൻ കരുതി സ്വയം മരിക്കാന്ന്. പിന്നെ ഞാൻ കരുതി എന്തിനാ ഞാൻ മരിക്കണത്? ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലോ, അവളെ എനിക്ക് തീർക്കണം. അവളെ തീർക്കാന്നൊരു മനസ്ഥിതിയോട് കൂടിയിട്ട് ഞാൻ തോക്കൊക്കെ എടുത്ത് വെച്ച് കാത്തിരുന്നു. 10-22 വർഷക്കാലം എന്നെ ചതിച്ചവളല്ലേ, അപ്പൊ പിന്നെ അവളെ വെറുതെ വിടാൻ പാടുണ്ടോ? അങ്ങനെ കാത്തു കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേനും എന്ത് ചെയ്യാനെന്ന് പറ. എൻ്റെ ചങ്കിനെ ഭാരം സഹിക്കാനായിട്ട് പറ്റിയില്ല. എൻ്റെ നെഞ്ചെനിക്കിട്ട് പണി തന്നു. എനിക്ക് പെട്ടെന്നൊരു അറ്റാക്ക് വന്നു. അറ്റാക്ക് വന്ന് ഞാൻ അവിടെ വീണുപോയി. ആ സമയത്ത് ഈ പറയുന്ന അലീനയാണ് എന്നെ രക്ഷിച്ചത്. അലീന പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അന്നൊരു പക്ഷെ അവൾ എന്നെ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ എന്നീ ഭൂമിയിൽ ജീവനോടെ ഉണ്ടാവത്തില്ലായിരുന്നു. പിന്നീട് അവൾ എനിക്ക് മകളായി. എനിക്ക് മനസ്സിലായി അവൾ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. കാരണം സ്വന്തം അച്ഛനല്ലെന്ന് അറിയാഞ്ഞിട്ടും അവൾ എന്നെ സ്നേഹിക്കാൻ തുടങ്ങി. അങ്ങനെ പിന്നീടാണ് ഞാൻ പല കാര്യങ്ങളും അറിയുന്നത്. അവൾ എന്നെ അച്ഛാന്ന് വിളിച്ചു തുടങ്ങി. അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ എത്രമാത്രം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ഇപ്പം നിങ്ങൾ കൊണ്ടുപോകണമെന്ന് ഞാൻ നിങ്ങളെ ഒരിക്കലും നിർബന്ധിക്കില്ല. നിങ്ങളുടെ തലയിലേക്ക് അവളെ കെട്ടിവെക്കത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, മകളായിട്ട് പൂർണ്ണമായിട്ട് അംഗീകരിക്കാമെങ്കിൽ മാത്രം നിങ്ങൾ അവളെ കൊണ്ടുപോയാൽ മതി. അല്ലെങ്കിൽ ഒരിക്കലും അവളെ കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളുടെ അവിടേക്ക് വിടാൻ പറ്റിയില്ലെങ്കിൽ അവളെ വേറെ എവിടെയെങ്കിലും സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് ഞാൻ എത്തിക്കും. അവൾക്ക് കഴക്കൂട്ടത്തിന് ഓർഫനേജിലേക്ക് പോകാനായിട്ട് ഭയങ്കര താല്പര്യമാണ്. പണ്ട് മുതൽ അവൾക്ക് മറ്റുള്ളവരെ സഹായിക്കാനൊക്കെ ഭയങ്കര പ്രത്യേക ഒരു കഴിവും കാര്യങ്ങളൊക്കെയാണ്. അതൊന്നും എനിക്ക് പറഞ്ഞ് നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമല്ല സ്റ്റാൻലി, പറഞ്ഞല്ലോ. പിന്നെ അവൾക്ക് കൊടുക്കാനാണെങ്കിൽ എനിക്ക് വേണമെങ്കിൽ എൻ്റെ സ്വത്തുക്കളിൽ നിന്ന് എത്ര വേണേലും എനിക്ക് കൊടുക്കാം. വീട് വെച്ചോ അങ്ങനെ എന്ത് വെള്ളം കൊടുക്കാം. ഈ പറയുന്ന ഗംഗേണ്ണും ശിവശങ്കരനും ഒക്കെ പറഞ്ഞെന്താണെന്നറിയോ? അവൾക്ക് കാറ് വേണേ കാറ്, വീട് വേണേ വീട്, അതൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അതൊന്നും സമ്മതിച്ചില്ല. അവളെ ആ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടണമെന്നായിരുന്നു അവരുടെയൊക്കെ ഡിമാൻഡ്. പക്ഷെ അതൊന്നും ഞാൻ അംഗീകരിച്ചതുമില്ല. ഇപ്പം ഞാൻ നിങ്ങളോട് കാണാൻ വന്നതുപോലും അവൾക്ക് സേഫ് ആയിട്ടൊരു സ്ഥലം വേണം. സ്വന്തം അച്ഛൻ്റെ വീട് പോലെ അത്ര സേഫ് ആയിട്ടൊരു സ്ഥലം മക്കൾക്ക് കിട്ടാനില്ല. അതുകൊണ്ട് മാത്രം അവളെ എവിടെയെങ്കിലും കൊണ്ടേ ആക്കാനായിരുന്നെങ്കിൽ എനിക്കാവായിരുന്നു സ്റ്റാൻലി എന്ന് പറഞ്ഞു. ഇനി നിങ്ങളുടെ അഭിപ്രായമാണ് പറയണ്ടേ. നിങ്ങൾക്ക് പൂർണ്ണ മനസ്സുണ്ടേ മാത്രം മതി. ഒരിക്കലും നിങ്ങളുടെ കയ്യെ കാലെ പിടിച്ച് ഈ ബാലേന്ദ്രൻ ഏൽപ്പിക്കില്ല അലീനയെന്ന് പറഞ്ഞു. അത് കേട്ടത് സ്റ്റാൻലി ഒരു നിമിഷം ഇങ്ങനെ വല്ലാതെയായി. എന്ത് പറയണമെന്ന് സ്റ്റാൻലിക്ക് അറിയില്ല. അവധിക്കുട്ടിച്ചായം പറഞ്ഞത്, എടാ അയാൾ നിന്നെ പറ്റിക്കുന്നതായിരിക്കും ആ ബാലേന്ദ്രന്. നീ അതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട. അയാളുടെ വലയെ പോയി കുടുങ്ങണ്ടെന്നൊക്കെ പറഞ്ഞ. പക്ഷേങ്കിൽ ഈ പറയുന്ന സ്റ്റാൻലിക്ക് അതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല തൻ്റെ അച്ഛൻ്റെ വാക്കുകൾ. ഒടുവിൽ സ്റ്റാൻലി ഇങ്ങനെ ഒന്ന് ആലോചിച്ചു. ആ സമയം ബാലേന്ദ്രൻ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് കുറച്ച് ദിവസം തന്നിട്ടുണ്ടായിരുന്നു. എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ പറയണമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് മടിയാണെങ്കിൽ വേണ്ട, എനിക്കൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് സ്റ്റാൻലി പറഞ്ഞു, ബാലേന്ദ്ര എനിക്ക് അവളെ ഒന്ന് കാണാൻ പറ്റുമോ? എനിക്ക് അവളെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ഓ
അപ്പം നിങ്ങൾ കണ്ടാലേ അവളെ സ്വീകരിക്കത്തുള്ളൂ. അല്ല, എനിക്കൊന്ന് കാണണമെന്നൊരാഗ്രഹമുണ്ട്. അതിനുശേഷം ഞാൻ എന്താണെന്ന് വെച്ചാൽ പറയാമെന്ന് പറഞ്ഞു. ബാലേന്ദ്രൻ പറഞ്ഞു ആയിക്കോട്ടെ, കാണണമെങ്കിൽ കാണാമെന്ന് പറഞ്ഞു. നിങ്ങൾ പറഞ്ഞാൽ മതി അവളെ കാണണമെങ്കിൽ. എങ്കിൽ ശരി, ഞാൻ അവളെ ഒന്ന് കാണട്ടെ, എന്നിട്ട് ഞാൻ എൻ്റെ തീരുമാനം പറയാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഗോവർദ്ധൻ്റെ കോള് വന്നു ബാലേന്ദ്രന്. ബാലേന്ദ്രൻ പറഞ്ഞു അതെ താഴെ നിൽക്കുക, ഞാനിപ്പം തന്നെ അങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞു. ഹോട്ടലിന് താഴെ വെയിറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞു. അങ്ങനെ ബാലേന്ദ്രനെ സ്റ്റാൻഡിലൂടെ യാത്ര പറഞ്ഞിറങ്ങുവാണ്. ഈ സമയത്ത് സ്റ്റാൻലിയുടെ മനസ്സ് വല്ലാതൊന്ന് പിടഞ്ഞു. ബാലേന്ദ്രൻ അനുഭവിച്ച വേദന എന്താണെന്ന് സ്റ്റാൻലിക്ക് മനസ്സിലായി. ഒരുപക്ഷെ ബാലേന്ദ്ര സ്ഥാനത്ത് താനായിരുന്നെങ്കിലോ എന്തൊക്കെയായിരുന്നു സംഭവിക്കുന്നുണ്ടായിരിക്കാം. പിന്നെ വൈജയന്തിയുടെ മിച്ചം പോലും കാണത്തില്ലായിരുന്നു. അയാളായതുകൊണ്ട് മാത്രം, അയാൾ എത്രമാത്രം പാവമായ ഒരു മനുഷ്യനായതുകൊണ്ടാണ് അയാളിങ്ങനെ സഹിച്ച് ക്ഷമിച്ച് ഇങ്ങനെ മുന്നോട്ട് പോയത് ഇത്രയും കാലം. അല്ലായിരുന്നെങ്കിലോ അതൊക്കെ സ്റ്റാൻലിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നു. ഒടുവിൽ സ്റ്റാൻലി വല്ലാതെ ഇവിടം വരെ വന്ന സ്ഥിതിക്ക് അവളെ കാണണം എന്നൊരു ചിന്തയായിരുന്നു സ്റ്റാൻലിയുടെ മനസ്സിൽ. ആ സമയത്ത് താഴേക്ക് ഗോവർദ്ധൻ്റെ അടുത്തേക്ക് ബാലേന്ദ്രൻ ഇറങ്ങിച്ചെന്നു കഴിഞ്ഞപ്പം ഗോവർദ്ധൻ ചോദിച്ചു ഇതെന്താ ബാലേട്ട ഇവിടെ ആരെ കാണാൻ ബാലേട്ടൻ വന്നാന്ന് ചോദിച്ചു. സ്റ്റാൻലിയെ അയാളെയോ? അയാൾ ഇവിടെ വന്നിട്ടുണ്ടോ? എന്തിനാ വന്നേ? അലീനെ കൊണ്ടുപോകാൻ വന്നാണോ? കൊണ്ടുപോകാനൊന്നുമല്ല, എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു, സംസാരിക്കണമെന്ന് പറഞ്ഞു, അങ്ങനെ ഇവിടേക്ക് വന്ന. എന്നിട്ടോ എന്താ ബാലേട്ട അയാൾ സംസാരിച്ചേ? അയാൾക്ക് സംശയം അത് അയാളുടെ മകളാണോ അതോ ഇനിയിപ്പം ഞാൻ കള്ളത്തരം പറയുന്നതാണോ എന്നൊക്കെ. അങ്ങനെയൊക്കെ അയാൾ പറഞ്ഞോ? അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം അയാൾ പറയുന്ന അയാൾക്ക് അയാളുടെ മകളെ ഒന്ന് കാണണം, അലീനയെ കാണണമെന്ന്. എന്നിട്ട് ബാലേട്ടൻ എന്ത് തീരുമാനിച്ചു? ഞാൻ എന്ത് തീരുമാനിക്കാനാ, അയാളുടെ മകളല്ലേ, അയാൾ കാണട്ടേന്ന് വെച്ചു. അപ്പം അയാൾ കടപ്പാട്ടൊരു വീട്ടിലേക്ക് വരുമോ? വരട്ടേടോ, വന്ന് കണ്ടിട്ട് പോട്ടെ, നമുക്കെന്താ. ബാലേട്ട അത് ശരിയാവോ? എന്ത്? അല്ല, അയാൾക്ക് ഇത്ര ഡിമാൻഡൊക്കെ ആണെങ്കിൽ അലീനെ ആ കൂടെ പറഞ്ഞു വരേണ്ട കാര്യമുണ്ടോ? അച്ഛനല്ലേ അയാള്, അയാളും വൈജയും കൂടെ ചേർന്നിട്ടല്ലേ എനിക്കിട്ട് പണി തന്നെ. അയാൾ കൊണ്ടോട്ടെ, അയാൾ അവളെ കൊണ്ടുപോയി നോക്കട്ടെ, അയാൾക്ക് അതിനുള്ള ഉത്തരവാദിത്വമുണ്ട്, അയാളാണ് കൊണ്ടുപോയി നോക്കണ്ടേ. ആകെപ്പാടെ വല്ലാത്തൊരു ടെൻഷനിലായിപ്പോയി ഗോവർദ്ധൻ. അല്ല, അയാൾ ആ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അലീനയുടെ ഭാവി എന്താവും? എനിക്ക് നല്ല ഭയമുണ്ട് ബാലേട്ട. ആ വീട്ടിലെങ്ങനെയാ ഒരു പെൺകുട്ടി പോയി താമസിക്കുന്നേ? ആ വീടും പരിസരവും ഒക്കെ കണ്ടപ്പോൾ തൊട്ട് എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. എടോ, അച്ഛൻ്റെ അടുത്തേക്കല്ലേ അവൾ പോകുന്നേ, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ അവൾ വന്ന് കണ്ടിട്ടും അല്ല അവളെ വന്ന് കണ്ടിട്ട് പോകുന്നോണ്ട് എനിക്കൊരു കുഴപ്പമില്ല. ഇനിയിപ്പം അയാൾക്ക് അവളെ ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേണ്ട, ഏറ്റെടുക്കണ്ട, എനിക്കതിനകത്ത് ഒരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞു. ഇപ്പോഴെന്താണെങ്കിലും അലീനെ ആ വീട്ടിൽ നിന്ന് പോകണം എന്നുള്ളതാണ് വൈജയുടെ ആഗ്രഹം. അവളുടെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ. അലീനെ ആ വീട്ടിൽ നിന്ന് പോയിട്ട് വേണം ഞാൻ പണി കൊടുക്കുന്നത്. ഇപ്പം അലീനെ സ്റ്റാൻലിയോടൊപ്പം പറഞ്ഞു വിടുക എന്നുള്ള എൻ്റെ ലക്ഷ്യം. അതിന് ശേഷമാണ് വൈജയ്ക്കിട്ടുള്ള അടി കൊടുക്കാൻ പോകുന്നത്. രണ്ടാമത്തെ എൻ്റെ ചോയ്സ് വൈജയന്തിയാണ്. അലീനെ ഇറങ്ങിയ ഉടനെ തന്നെ എനിക്ക് എന്ത് ചെയ്യണം എന്നൊക്കെ അറിയാമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഗോവർദ്ധൻ പറഞ്ഞു ബാലേട്ട അപ്പം കുടുംബം തകരില്ലേ, കുട്ടികളുടെ കാര്യം. എടോ, എത്ര കാലം എന്ന് വെച്ചാൽ ഞാൻ ഈ ബോംബ് മനസ്സിൽ കൊണ്ടു നടക്കണേ, ഞാനൊരു മനുഷ്യനാടോ. അത് കേട്ടപ്പോൾ ഗോവർദ്ധൻ പറഞ്ഞു എനിക്കറിയാം ബാലേട്ട, ബാലേട്ടൻ്റെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയാം, ബാലേട്ടൻ അനുഭവിക്കുന്ന വേദന എനിക്കറിയാം. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ചില സമയത്ത് നമ്മൾ നിസ്സഹായരായി പോവില്ലേ? സാരമില്ല. പിന്നെ ഈ കാര്യങ്ങളൊക്കെ തന്നോടൊന്ന് പറയണമെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് തന്നെ ഞാൻ വിളിച്ചത്. അത് പിന്നെ ഞാൻ വീട്ടിലേക്ക് ചെന്നിട്ടുണ്ടായിരുന്നു. ചെന്ന് കഴിഞ്ഞപ്പോൾ അലീനെ പെട്ടെന്ന് ചോദിച്ചു എന്ത് പറ്റി അങ്കിൾ ഇങ്ങോട്ടേക്ക് വന്നേന്നൊക്കെ. അത് മാത്രമല്ല അച്ഛൻ ആകെപ്പാടെ വല്ലാത്തൊരു ടെൻഷനോട് കൂടിയിട്ട് ഇറങ്ങിപ്പോയത്, ബാഗു പോലും എടുത്തില്ല എന്നൊക്കെ പറഞ്ഞു. ബാഗു എൻ്റെ തന്നു വിട്ടെന്ന് പറഞ്ഞു. അത് പിന്നെ പെട്ടെന്നുള്ള പോരിച്ചായതുകൊണ്ടേ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയണ്ടായിരുന്നില്ല. ആ കേസൊക്കെ ഞാൻ വിട്ടുപോയുടെ ബാഗിൻ്റെ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു. ദേ അലീനെ ബാഗ് തന്നു വിട്ടണമെന്ന് പറഞ്ഞു. എങ്കിൽ ശരി പോയേക്കാന്ന് പറഞ്ഞ് അവരങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് അലീന ഇങ്ങനെ ആലോചിച്ചു, അച്ഛൻ എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്, അച്ഛൻ്റെ മനസ്സിൽ വേറെ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്, എന്താ എങ്ങനെയൊന്നും അറിയത്തില്ല. എന്താണെങ്കിലും ബാലേന്ദ്രൻ അന്ന് നേരത്തെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അലീന ബാലേന്ദ്രനോട് ചോദിച്ചു അച്ഛൻ്റെ ഓർമ്മശക്തിയൊക്കെ പോയെന്ന് ചോദിച്ചു. അതെന്താ രാവിലെ ബാഗ് പോലും എടുക്കാതെ തിരക്കിട്ടല്ലേ അച്ഛൻ പോയത്? അത് പിന്നെ ഞാനേ അത്യാവശ്യമായിട്ട് ഒരാളെ കാണാനുണ്ടായിരുന്നു, അതുകൊണ്ട് പോയതാ. അത് കേട്ടപ്പോൾ അലീന പറഞ്ഞു ഓഹോ ഇങ്ങനെയാണെങ്കിൽ അച്ഛൻ പലതും മറക്കൂലോ എന്നൊക്കെ പറഞ്ഞിട്ട് അലീന ഒരു കോമഡി പറഞ്ഞു കഴിയുമ്പോഴത്തേനും ബാലേന്ദ്രൻ ചിരിക്കുകയാണ്. പിന്നീട് ബാലേന്ദ്രൻ പറഞ്ഞു അതെ നിന്നെ ഒരു വീട്ടിലേക്ക് ഞാൻ കൊണ്ടാക്കാന്ന് പറഞ്ഞില്ലേ, അവിടുത്തെ മുതലാളിക്ക് നിന്നെ ഒന്ന് കാണണമെന്നോ? അതെ, കണ്ടു കഴിഞ്ഞിട്ട് അയാൾ പറയാന്നാ പറഞ്ഞേ, മിക്കവാറും അയാൾ ഇന്നോ നാളെയോ വരുമെന്ന് പറഞ്ഞു.
അലീന പറഞ്ഞു, അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ അച്ഛാ? അവർക്ക് വലിയ ഡിമാൻഡാണെങ്കിൽ വെറുതെ എന്തിനാ എന്നെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുന്നേ? സാരമില്ല, അയാളൊന്ന് വന്ന് കാണട്ടെ, നിന്നെ ഒന്ന് വന്ന് കണ്ട് തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, ആ വന്ന് കാണണമെന്ന് അച്ഛന് നിർബന്ധമാണെങ്കിൽ വന്ന് കണ്ടോട്ടെ, എനിക്കൊരു കുഴപ്പമൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. ബാലേന്ദ്രൻ പറഞ്ഞു, നീ ടെൻഷൻ അടിക്കൊന്നും വേണ്ട, അയാൾക്ക് താല്പര്യമില്ലെങ്കിൽ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് നിന്നെ പറഞ്ഞു വിടുമെന്ന് പറഞ്ഞു. അലീന പറഞ്ഞു, അതൊന്നും എനിക്ക് പ്രശ്നമുള്ള കാര്യമല്ല അച്ഛാ, അച്ഛൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ അതുപോലെ തന്നെ അനുസരിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അലീന അങ്ങോട്ട് ഇറങ്ങിപ്പോയപ്പോഴത്തേനും ബാലേന്ദ്രൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. പാവം, അവൾക്കറിയില്ലല്ലോ അവളുടെ അച്ഛൻ അവളെ കാണാൻ വരുന്നതെന്നുള്ള കാര്യങ്ങളൊന്നും അവൾക്കറിയില്ലല്ലോ എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു ബാലേന്ദ്രൻ്റെ മനസ്സിലുള്ളത്. എന്താണെങ്കിലും സ്റ്റാൻലി അവളെ കാണാനായിട്ട് വരും, അവളെ കാണട്ടെ, എന്നിട്ട് അയാളുടെ തീരുമാനം എന്ന് വെച്ചാൽ പറയട്ടെ എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു ബാലേന്ദ്രൻ്റെ മനസ്സിൽ. അലീന പോകുകയെന്ന് ഓർക്കുമ്പോൾ നല്ല ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അലീന പോകണമെന്ന് നിർബന്ധം പിടിച്ചുകൊണ്ടിരിക്കുക. അതുമാത്രമല്ല, വൈജയന്തിയുടെ അഹങ്കാരം മാറ്റണമെങ്കിൽ അലീന ഇവിടെ ഉണ്ടായിക്കൂടാ. അവൾ പോയി കഴിഞ്ഞിട്ട് വേണം വൈജയ്ക്കിട്ട് പണി കൊടുക്കാനായിട്ട്. അവളെ ഇങ്ങനെ കയറൂരി വിട്ടിട്ട് കാര്യമില്ല എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു ബാലേന്ദ്രൻ്റെ മനസ്സിൽ. അപ്പം അതിൻ്റെ കഥകളൊക്കെയാണ് കാണാൻ പോകുന്നത്. ഇനിയുള്ള ഓരോ ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണെങ്കിലും ബാലേന്ദ്രൻ പ്രതികാരം ചെയ്യുന്ന കഥകളൊക്കെ ആയിരുന്നു കാണാൻ പോകുന്നത്. അതേപോലെ തന്നെ ഇനിയിപ്പോൾ അലീന പുതിയ വീട്ടിലേക്ക് താമസം മാറുകയാണ്. അപ്പം നെക്സ്റ്റ് വീക്ക് പ്രമോയും കാര്യങ്ങളൊക്കെ ഞാൻ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.